ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽ ആൻഡ് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇത് ഓല X1 X+ൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ആദ്യത്തെ വീഡിയോ നമ്മൾ വാഹനത്തിൻ്റെ ഡെലിവറി ആയിരുന്നു. അത് കുറച്ച് എൻജോയ് ചെയ്തൊക്കെയാണ് ഞാൻ അന്ന് ആ വീഡിയോ ചെയ്തത്. അതിനുശേഷം ആക്സസറീസിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വാഹനത്തിൻ്റെ സൈഡിൽ ലേഡീസ് ഫുഡ് ട്രസ്റ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ ഒരു 1000 കിലോമീറ്റർ ആകുമ്പോൾ ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ കൂടി ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ 1000 കിലോമീറ്റർ ആയപ്പോൾ എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. കാര്യം ഒരുപാട് പ്രശ്നങ്ങൾ വണ്ടിക്ക് അതിനിടയിൽ വന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു 1000 കിലോമീറ്റർ കൂടി എക്സ്ട്രാ പോട്ടെ എന്ന് വെച്ചിട്ട് 2000 കിലോമീറ്റർ ഇപ്പോൾ കഴിഞ്ഞു, 2300 അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ആയിട്ട് വന്നത്. പറയാനാണെങ്കിൽ കുറേ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ വണ്ടി വാങ്ങിച്ചത് മാർച്ചിലാണ്. ഞാനിത് വാങ്ങിച്ചതിന് ശേഷം ആദ്യത്തെ 1-2 ആഴ്ചകൾ എനിക്ക് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും വന്നില്ല. അതിനുശേഷം ഒരിക്കൽ ഞാൻ ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് റോഡിൽ വെച്ചിട്ട് ഈ വണ്ടി ഓഫായിപ്പോയി എന്ന് വെച്ചാൽ ഞാനൊരു ബസ്സിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഓവർടേക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഇടയ്ക്ക് വെച്ച് ഈ വണ്ടി ഓഫായിപ്പോയി. എങ്ങനെയോ വെട്ടിച്ച് മാറ്റി രക്ഷപ്പെട്ട് ഞാൻ സൈഡിലേക്ക് മാറ്റി. എന്നിട്ട് ഞാനവിടെ ഒതുക്കി വെച്ചിട്ട് ഞാനിവിടെ ഓലയുടെ കസ്റ്റമർ കെയറിലെല്ലാം വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓപ്ഷനൊന്നുമില്ല, നിങ്ങൾ പെട്ടി വണ്ടിയിൽ സാധനം ഏതെങ്കിലും ഷോറൂമിൽ എത്തിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് വേറൊരു പെട്രോൾ സ്കൂട്ടർ എടുത്തിട്ട് നോർത്ത് പറവൂരിലുള്ള ഓലയുടെ സർവീസ് സെൻറ്ററിൽ ചെന്നു. അവരോട് ഞാൻ ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ, ജസ്റ്റ് എൻ്റെ കൂടെ വന്നൊന്ന് ഹെൽപ്പ് ചെയ്യാമോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ വരാൻ പാടില്ല, ഞങ്ങൾ വരില്ല, നിങ്ങൾ വണ്ടി പെട്ടി ഓട്ടോയിൽ ഇവിടെ എത്തിക്കണം. ഞാൻ ആ ടൈമിൽ കുറേ ട്രൈ ചെയ്ത് പോയി പെട്ടി ഓട്ടോ ഒന്നും എനിക്ക് കിട്ടിയൊന്നുമില്ല. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്ററോളം ഞാൻ വണ്ടി തള്ളി ഓലയുടെ സർവീസ് സെൻറ്റർ വരെ എത്തിച്ചു. അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ എൻ്റെ സൈഡിലായിട്ട് ഇടാം. അതിൻ്റെ അന്ന് ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര മാനസിക പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് അന്ന്. കാര്യം ഒരു പുതിയ വണ്ടി, ഈ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലൊരു പുതിയ വണ്ടി വാങ്ങിച്ചിട്ട് നമ്മളിങ്ങനെ റോട്ടിക്ക് എടുക്കുക പറഞ്ഞാൽ ഒരു ട്രസ്റ്റ് ഇല്ലാത്തൊരവസ്ഥ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വണ്ടി നോക്കാം, ഇപ്പോൾ തിരക്കാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇന്നൊന്നും നടക്കില്ല, എന്തായാലും പോയി കുറേ നാളെടുക്കും എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ വെച്ചു. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്കും പുള്ളി വിളിച്ചു, വണ്ടിയുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നു. അത് ചെറിയൊരു സോഫ്റ്റ്വെയർ ബഗ്ഗായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സോഫ്റ്റ്വെയർ ബഗ് അവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ് ഇഷ്യൂസൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വണ്ടിക്ക് കിടക്കുന്ന സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ 3.2.2.2 അതാണ് എൻ്റെ കറണ്ട് സോഫ്റ്റ്വെയർ ആ സമയത്ത് വണ്ടിയിലുണ്ടായിരുന്നത്. ആ പുള്ളി പറഞ്ഞു വേറെ ഇഷ്ടമൊന്നുമില്ല, ബഗ്ഗൊക്കെ ഫിക്സ് ചെയ്തു എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാനൊന്ന് മലയാറ്റൂർ പോയി തിരിച്ച് വന്ന വഴിക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ അവിടെ വെച്ച് ഇതേ രീതിയിൽ വണ്ടി ഓഫായി. അതിനിടയ്ക്ക് ഞാൻ ഈ ഓല X1 X+ൻ്റെ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്രൂപ്പിൽ ആൾക്കാർ നല്ല അറിവുള്ളവരായിരുന്നു. അപ്പോൾ അവരുടെ സഹായം കൊണ്ട് അവർ പറഞ്ഞു വണ്ടിയുടെ അകത്തൊരു പ്ലഗ് ഉണ്ട്, ഒരു പ്ലഗ്, ആ സംഭവം ഊരി കുത്തിക്കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. അപ്പോൾ ഇത് ഊരി കുത്തണമെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ സീറ്റ് അഴിക്കണം. ഓട്ടോമാറ്റിക് സീറ്റാണത്. അത് സ്വിച്ച് എന്ന് വെച്ചാൽ നമ്മുടെ സീറ്റ് ബട്ടൺ പ്രസ്സാണ്. അപ്പോൾ ഇതൊന്നും വർക്ക് ചെയ്യാത്തതുകൊണ്ട് സീറ്റും ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, താക്കോലൊന്നുമില്ല, നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാനത് ഒരു പ്ലയറും ഒക്കെ വെച്ച് എങ്ങനെയോ, അന്ന് പ്ലയറൊന്നും കയ്യിലുണ്ടായിരുന്നില്ല, ഉള്ളതൊക്കെ വെച്ച് ഞാൻ ഫ്രണ്ടിൽ നിന്ന് സംഭവം അഴിച്ച് ഒരു ബോൾട്ട് മാറ്റി പൊക്കി ഈ സാധനം ഊരി കുത്തിയപ്പോൾ വണ്ടി പിന്നെ സ്റ്റാർട്ടായി. അപ്പോൾ ഈ ഒരു പ്രശ്നം പിന്നെ പരിഹരിക്കാൻ പറ്റുന്നില്ല. പറവൂർ പോയിട്ടും പറവൂരത്തെ ഷോറൂമിൽ അവർക്ക് കാര്യമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പിന്നെ എറണാകുളം ഷോറൂമിൽ കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു സംഭവം വണ്ടിക്കൊരു ചെറിയ ബഗ്ഗാണ്, ആ ബഗ്ഗ് പുതിയൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ മാറുമെന്ന് പറഞ്ഞ് 3.2.2.E എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് വരുന്ന ഒരു സോഫ്റ്റ്വെയർ, ഒരു വെർഷൻ സോഫ്റ്റ്വെയർ ഇവർ ഇൻസ്റ്റാൾ ചെയ്ത് തന്നു. ഒപ്പം വണ്ടി കുഴിയിൽ ചാടുമ്പോൾ ഈ ഡിസ്പ്ലേ ഓഫ് ആവുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിന് ഫ്രണ്ടിൽ എന്തോ ടാഗ് ചെയ്താൽ മാറുമെന്ന് പറഞ്ഞ് വണ്ടിയുടെ ഫ്രണ്ടൊക്കെ കഴിച്ച് എന്തോ ടാഗിങ് ഒക്കെ ചെയ്തു. നല്ല സർവീസായിരുന്നു, വേറൊന്നും പറയാനില്ല. ഞാൻ ചെന്നിട്ട് എനിക്ക് 2 മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്തെങ്കിലും അന്ന് തന്നെ അവർ എത്ര വണ്ടികളുണ്ടായിട്ടും എനിക്ക് ശരിയാക്കി തന്നു. അപ്പോൾ ചെറാലിൻ്റെ ഒരു സർവീസിനെ കുറിച്ച് ഞാൻ കാര്യമായിട്ട് കുറ്റമൊന്നും പറയുന്നില്ല. കാര്യം ചെന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് ചെന്നപ്പോൾ അവരത് ശരിയാക്കി തന്നു. പറവൂരും ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. കാര്യം സർവീസ് സെൻറ്ററിൽ അവർ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തന്നു. പക്ഷേ ചെയ്തു തന്നാലും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊരു വണ്ടി ഇറക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് വേണ്ടി ഇറക്കാൻ, അത് ആണ് ഇവരുടെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ വണ്ടിക്ക് പീരിയോഡിക് സർവീസ് ഇല്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മളൊരു വണ്ടി എന്ന് വെച്ചാൽ കുറച്ചുകൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റുകളൊക്കെ വരുവാണെങ്കിൽ ഈ പീരിയോഡിക് സർവീസ് കറക്റ്റായിട്ട്
നമ്മളെല്ലാ പ്രാവശ്യവും ചെയ്യുമ്പോൾ അവർക്ക് ആ സമയത്ത് കണ്ടുപിടിക്കാൻ പറ്റും, അത് ഫിക്സ് ചെയ്യും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് കേടായി റോട്ടിൽ കിടന്നാൽ മാത്രമേ നമുക്കത് നന്നാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്നല്ല, അങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ തനിയെ പഠിച്ച് റെഡിയാക്കണം. അത്തരത്തിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഏതായാലും വാങ്ങിച്ചു പോയില്ലേ എന്ന ഉദ്ദേശത്തോടെ ഞാൻ തന്നെ ഇതിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോൾ പ്ലഗ് ഊരി കുത്തുന്ന കാര്യങ്ങൾ നമുക്ക് ഏകദേശം ഇപ്പോൾ അറിയാം, എങ്ങനെ സീറ്റ് അഴിക്കാം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതിൻ്റെ ബേസിക് സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് ഒക്കെ ലൂസാവും. അപ്പോൾ ഈ ബ്രേക്ക് ലൂസാവും എന്ന് വെച്ചാൽ ബ്രേക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ, എന്ന് വെച്ചാൽ ആ കറക്റ്റായിട്ട് ആ ഷേപ്പിൽ നിന്നില്ലെങ്കിൽ ഇതിൻ്റെ സെൻസർ വർക്ക് ചെയ്യില്ല, അപ്പോൾ വണ്ടി പോകില്ല. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇടയ്ക്കൊക്കെ എനിക്ക് വന്നിരുന്നു. അതൊന്നും വലിയ പ്രശ്നങ്ങളായിട്ട് ഞാൻ പറയുന്നില്ല, കാര്യം വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനതൊരു വലിയ പ്രശ്നങ്ങളായിട്ട് പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാവുന്നത് അന്ന് ഞാൻ ശരിക്കും വീഡിയോ ചെയ്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു 1000 കിലോമീറ്റർ കൊണ്ട് ഓടട്ടെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ. പിന്നീട് ഒരു 1000-1300 കിലോമീറ്റർ ഇതുവരെയും എന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കുന്ന ഇന്ന് വരെയും എനിക്ക് ഇഷ്യൂസൊന്നും വന്നിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടില്ല വണ്ടിയായിട്ട്. നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് പേര് പറഞ്ഞു ബ്ലൂടൂത്ത് കണക്ട് ചെയ്യാത്ത ഇരുന്നാൽ തന്നെ കുറേ പ്രശ്നങ്ങൾ മാറും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടില്ല. ഒപ്പം 3.2.2.e എന്ന് പറയുന്ന വെർഷൻ സോഫ്റ്റ്വെയർ, ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. അതുകൊണ്ട് വണ്ടി ഇതുവരെയും ഓഫ് ആവുന്ന പ്രശ്നം എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയാൻ. ഇനി ഞാൻ എൻ്റെ സർവീസും കാര്യങ്ങളും ഒന്ന് പറയാം. ഞാൻ വീട്ടിൽ തന്നെ ചെയ്യുന്ന സർവീസും കാര്യങ്ങളും ഞാൻ ഒന്ന് പറയാം. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് 2024 മെയ് അവസാന വാരമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഏകദേശം മഴയായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഞാനൊരു 60-70 കിലോമീറ്ററോളം ഡെയിലി യാത്ര ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ചെളി വണ്ടിയുടെ ഈ അടിഭാഗത്തുണ്ട്. അപ്പോൾ ഈ ഹബ്ബ് മോട്ടറിൻ്റെ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല ചെളിയുണ്ട്. കമ്പനി പറയുന്നത് നമുക്ക് വേണമെങ്കിൽ പ്രഷർ വാഷ് ചെയ്യാമെന്നാണ്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളങ്ങനെ പ്രഷർ വാഷ് ചെയ്യാതിരിക്കുന്നതിനായിരിക്കും ഏറ്റവും നല്ലത്. ജസ്റ്റ് ഒരു ബക്കറ്റും കപ്പും ഉണ്ടെങ്കിൽ ഒരു തുണി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് കപ്പ് വെച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം ഒരുപാട് വയറിംഗ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാം. ഇതിൻ്റെ താഴ്ഭാഗത്തൊക്കെ പോകുന്നുണ്ട്. മോട്ടറിൻ്റെ വയറിങ്, കൺട്രോളറിൻ്റെ വയറിങ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് വാട്ടർ പ്രൂഫാണ്, പക്ക വാട്ടർ പ്രൂഫാണ്. എന്നാലും നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടി ഒരുപാട് വെള്ളം അടിച്ച് കഴുകാതിരിക്കുന്നതിനായിരിക്കും എപ്പോഴും സേഫ്. കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാറണ്ടിയും ബാധിക്കും. അതുപോലെ തന്നെ അത് വർക്ക്ഷോപ്പിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ സർവീസ് സെൻറ്റർ, അവിടെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം കിട്ടാൻ വേണ്ടി ഒരുപാട് കാലതാമസം എടുക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ തന്നെ വണ്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നമ്മൾ തന്നെ വേറെ കംപ്ലൈൻ്റ് ഒന്നും വരാതെ മാക്സിമം വണ്ടി സൂക്ഷിക്കുക. നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുന്നത് ഇതിൻ്റെ വീലിൻ്റെ ഭാഗങ്ങളും ടെലിസ്കോപ്പിക് സസ്പെൻഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ ഭാഗത്ത് അധികം വയറിംഗ് ഒന്നും വരുന്നില്ലെങ്കിലും നമ്മൾ കഴുകുമ്പോൾ ഒരുപാട് പ്രഷർ വാഷ് ചെയ്യാതിരിക്കുന്നതിനായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ബാറ്ററി ഇരിക്കുന്നതെന്ന് പറയുന്നത് താഴ്ഭാഗത്താണ്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും അവിടെ ഒന്നും വീഴാതിരിക്കുന്നതിനായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ വണ്ടിയുടെ ഈ മുൻവശമെല്ലാം ഞാൻ ഒരുപാട് വെള്ളം അങ്ങനെ ഒഴിക്കാറില്ല. ഞാനത് ജസ്റ്റ് ഒരു തുണിയിൽ നനച്ചിട്ട് തുടയ്ക്കാറേ ഉള്ളൂ. അതിനുവേണ്ടി അഴുക്കൊന്നും ഇപ്പോൾ ആവാറായിട്ടില്ല. അപ്പോൾ അതാണ് കുറച്ചുകൂടി സേഫ്. ഈ പറഞ്ഞ പോലെ സെൻസറും കാര്യങ്ങളെല്ലാം ഈ ബ്രേക്കിൻ്റെ സൈഡിലൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളം അടിച്ച് കഴുകിയാൽ അത് അത്രയും നല്ലതുമല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്ന ഡിസ്പ്ലേ, ഇതിലേക്കും അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിക്കാതിരിക്കുന്നതിനായിരിക്കും നല്ലത്. എന്തായാലും മഴ പെയ്യുമ്പോൾ ഇതെല്ലാം നനയേണ്ട കാര്യങ്ങളാണ്. എന്നാലും നമ്മളായിട്ട് അധികം വെള്ളം അടിച്ച് കഴുകി ഇതിനകത്തൊക്കെ വെള്ളം കയറ്റി ഇനി അതൊരു വേറൊരു പ്രശ്നമായിട്ട് ഇനി സർവീസ് സെൻറ്ററിൽ പിന്നെയും കൊണ്ടുപോയി ഒരു തലവേദന എടുക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കുറച്ച് കൂടി സൂക്ഷിക്കുന്നത്, ഒരു എക്സ്ട്രാ കെയർ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ സ്വിച്ചസ് എല്ലാം പൊടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുക എപ്പോഴും. അപ്പോൾ ഈ ഫ്രണ്ടിലെ ഈ ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് നല്ല തുടച്ച് ആണ് ഞാനെപ്പോഴും വണ്ടി നല്ല നീറ്റായിട്ട് സൂക്ഷിക്കാറുണ്ട്. എൻ്റെ എല്ലാ വണ്ടികളും, ബുള്ളറ്റ് ആയാലും മറ്റ് സ്കൂട്ടറായാലും 2 കാറുകളായാലും എല്ലാം ഞാൻ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാറുണ്ട് എപ്പോഴും. ഇത് ഞാൻ വണ്ടിയുടെ ഒപ്പം എപ്പോഴും സൂക്ഷിക്കുന്ന കുറച്ച് ടൂൾസാണ്. ഇതൊരു LNG സെറ്റാണ്, ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. നമുക്കിതൊന്നും ഒരു തരുന്നില്ല. ഇത് 17-18ൻ്റെ ഒരു സ്പാനറാണ്. അതുപോലെ ഇത് 15-16ൻ്റെ ഒരു സ്പാനറാണ്.
പിന്നെ ഒരു പ്ലയർ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വളരെ അത്യാവശ്യമാണ്. കാര്യം നമുക്ക് സീറ്റൊക്കെ പൊക്കണമെങ്കിൽ ഈ സംഭവം എന്തായാലും വേണം. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവറാണ്, ഒരു സ്റ്റാർ സ്ക്രൂ ഡ്രൈവറാണ്. ഇത്ര സംഭവങ്ങളാണ് ഞാൻ വണ്ടിയിൽ എപ്പോഴും സൂക്ഷിക്കുന്നത്. വണ്ടിക്ക് പീരിയോഡിക് സർവീസൊന്നും ഇല്ലയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ വീൽ നെറ്റുകളെല്ലാം ടൈറ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. അതിനാണ് ഞാൻ ഈ പറഞ്ഞ 2 സ്പാനറുകൾ ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നത്. കാര്യം ഇതിന് പീരിയോഡിക് സർവീസ് ഉണ്ടെങ്കിൽ അവർ ചെക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം, നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി. അതുപോലെ തന്നെ ഈ കോർക്കിൻ്റെ എല്ലാം ടൈറ്റാണോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. അത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ബാക്ക് സൈഡും അതുപോലെ തന്നെ ചെയ്യാം. ഞാനിപ്പോൾ വീഡിയോയുടെ ലെങ്ത്ത് കൂടണമെന്ന് വെച്ചാൽ ഒന്നും കാണിക്കുന്നില്ല. ഇതിപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത എലങ്കി സെറ്റാണ്. ഇതിനകത്ത് 3-ൻ്റെയും അതുപോലെ 4-ൻ്റെയും പിന്നെ 5-ൻ്റെയും ഈ 3 എലങ്കിയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഈ വണ്ടി ഫുള്ള് ടൈറ്റ് ചെയ്യാൻ വേണ്ടി ഈ 3 എലങ്കി നമുക്ക് മതിയാവും. ഈ 5-ൻ്റെ എലങ്കിയുടെ യൂസ് എന്ന് വെച്ചാൽ നമുക്ക് ഈ ഫുഡ് ട്രസ്റ്റ് ഭാഗങ്ങളെല്ലാം ഒരുപാട് ഇപ്പോൾ 2 പേരൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ചവിട്ടി അത് ഇളകിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ടൈറ്റ് ചെയ്യുക. അത് ലൂസാണോ എന്ന് നോക്കുക. അപ്പോൾ അതനുസരിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. 2 സൈഡും ചെയ്ത് കൊടുക്കുക. ഞാൻ ഇന്നത്തെ ലേഡീസ് ഫുഡ് ട്രസ്റ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സൈഡും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട്. അതുപോലെ ഇത് 4-ൻ്റെ അല്ലെങ്കിൽ വണ്ടിയുടെ ഈ ഫ്രണ്ട് ഭാഗത്തൊക്കെ ഇതിപ്പോൾ ലൂസ് ആവുന്നുണ്ടോ, എന്തെങ്കിലും കട്ടറൊക്കെ ചാടുമ്പോൾ ഇതുപോലെ കടകടാന്ന് വെച്ചുണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ അനാവശ്യമായുള്ള നോയ്സുകളൊക്കെ കുറേ പോയി കിട്ടും. വണ്ടി ഓടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ലൂസ് ആവാനും ചാൻസ് ഉണ്ട്. പിന്നെ അടുത്തത് നമ്മൾ 3-ൻ്റെ എലങ്കിയാണ് കേട്ടോ. 3-ൻ്റെ എലങ്കി എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത്, വണ്ടിയുടെ ഫ്രണ്ടിൽ ഈ ഭാഗത്ത് ഇതുപോലെ ഇതെല്ലാം ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി നമുക്ക് ഈ 3-ൻ്റെ എലങ്കിയാണ് വേണ്ടത്. അതുപോലെ 4-ൻ്റെ എലങ്കിയാണ് ഈ താഴെ ബാറ്ററി ഇരിക്കുന്ന ഭാഗത്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് ഞാൻ എൻ്റെ ഉള്ള അറിവ് വെച്ച് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. പിന്നെ അതുപോലെ ഫ്രണ്ടിൽ ഈ ലെഫ്റ്റ് സൈഡിലെ സ്ക്രൂ ആ ഭാഗങ്ങളൊന്നും കറക്റ്റായിട്ടൊന്നും ടൈറ്റൊന്നും ആവുന്നില്ല. അതിനെന്തോ പിരിയെന്തോ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് വാങ്ങിച്ച സമയം പോലെ അങ്ങനെയാണ്. അത് പിന്നെ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ആയിട്ട് ചെല്ലുമ്പോൾ ശരിയാക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അതുപോലെ ബാറ്ററി ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ ലൂസാണെന്ന് നോക്കുക. ലൂസാണെങ്കിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1000 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ബ്രേക്ക് ഫ്രണ്ടിലും ബാക്കും ബ്രേക്കും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബ്രേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഈ ബ്രേക്ക് എപ്പോഴും ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കണം. അല്ലെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻസർ അവിടെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് നമ്മൾ ബ്ലോക്കിലൊക്കെ പെട്ട് കഴിയുമ്പോൾ തിരിച്ച് വണ്ടി എടുക്കുമ്പോൾ ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി പോവില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ബ്രേക്ക് നല്ല കറക്റ്റായിട്ട് അകന്ന് നിൽക്കണം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം കൂടിയാണ് ഇതിനകത്ത്. ലാസ്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ റേഞ്ചും മൈലേജൊക്കെ ഒന്ന് പറഞ്ഞിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. കണ്ടോ, ഇപ്പോൾ 2300 കിലോമീറ്ററോളം ഓടി. അപ്പോൾ ഞാനിപ്പോൾ മോട്ടർ ഓൺ ചെയ്ത് ബ്രേക്ക് പിടിച്ച് മോട്ടർ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണാൻ പറ്റും. ഇതിനകത്ത് 85% ബാറ്ററി ഉണ്ട്. അപ്പോൾ അതിനകത്ത് 85 കിലോമീറ്റർ ഓടും. അതുപോലെ തന്നെ സ്പോർട്സ് മോഡിലാണെങ്കിൽ ഇത് 75ഓളം കിലോമീറ്റർ ഓടും. അതുപോലെ ഈ ബട്ടൺ ഞെക്കി പിടിച്ച് എക്കോ മോഡിലാണെങ്കിൽ ഇത് ഒരു 107 കിലോമീറ്ററോളം ഓടും. അപ്പോൾ 80% ബാറ്ററി വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അതുപോലെ നമ്മളിപ്പോൾ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ ഒരു 10% ബാറ്ററി കുറയുന്നുള്ളൂ. ബാക്കി റേഞ്ചെല്ലാം നല്ല പക്ക തന്നെയാണ്. ഇതുവരേക്കും എനിക്ക് റേഞ്ചിലൊന്നും ഇതുവരെ ഇഷ്യൂ ഒന്നും വന്നിട്ടില്ല. വണ്ടിയുടെ എയർ ഞാൻ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ഈ ബൂട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആ ഭാഗത്തായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും 33 PSI ആണ് നമ്മളിതിന് എയർ അടിക്കേണ്ടത്. ഇത് ഞാൻ മുമ്പ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു എയർ പ്രഷർ ഗേജ് ആണ് കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിന് 300 രൂപ അടുത്ത് വില വന്നിരുന്നു അന്ന്. അപ്പോൾ എനിക്കൊരു 3-4 വണ്ടിയുണ്ട്. അപ്പോൾ ആ എല്ലാത്തിനും കൂടിയാണ് ഞാനിത് വാങ്ങിച്ചത് തന്നെ. ഒരു വണ്ടിക്ക് വേണ്ടിയൊക്കെ ഇത് വാങ്ങിക്കുന്ന അത്ര വലിയ ലാഭകരമൊന്നും ആയിരിക്കില്ല. ഒപ്പം ഒരു സൈക്കിൾ പമ്പും നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ ഞാൻ ഈ വണ്ടി ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഇതിൻ്റെ എയർ ചെക്ക് ചെയ്യാറുണ്ട്. ഇതിന് 33 PSI ഫ്രണ്ടിലും ബാക്കിലും കറക്റ്റായിട്ട് നമ്മളത് നിലനിർത്തണം. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ മഴക്കാലമാണ്. മഴക്കാലത്ത് ഈ ചാർജിങ് സോക്കറ്റിൽ വെള്ളം കയറി ഇത് ഷോർട്ട് ആവാനുള്ള കുറേ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് എക്സ്ട്രാ കെയർ കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു സംഭവം ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ചാർജിങ് സോക്കറ്റിൻ്റെ കവറാണ്. ഇതിന് 179 രൂപയാണ് വന്നത്. ഇത് നമുക്ക് വണ്ടി വാങ്ങിക്കുമ്പോൾ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എക്സ്ട്രാ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യണം. ഞാനിപ്പോൾ
പുറത്ത് ഷോപ്പുകളിലൊക്കെ നോക്കുമ്പോൾ ഈ ഓലയുടെ ആക്സറീസ് ഒന്നും കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചത്. അത്ര വലിയ ക്വാളിറ്റി ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. 179 രൂപയുടെ അത്രയും ക്വാളിറ്റി ഒന്നും ഇല്ല ഇതിന്. എന്നാലും ഇപ്പോൾ നമുക്ക് മഴക്കാലത്ത് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വാങ്ങിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാൻ. ഞാൻ എൻ്റെ അറിവിനനുസരിച്ച് മാക്സിമം കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ സ്വന്തം യൂസർ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറഞ്ഞത്. പല ആൾക്കാർക്കും പല വിധത്തിൽ ഭയങ്കര മോശമായിട്ട് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, എനിക്കറിയാം. പക്ഷേ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വലിച്ചു നീട്ടാത്തത്. വീഡിയോയുടെ ലെങ്ത് ഇത്തിരി കൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം തുറന്ന് പറയണമല്ലോ, അല്ലാതെ വെറുതെ ഓടിച്ച് ചെയ്തിട്ട് കാര്യമല്ലോ എന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ ഞാൻ കുറച്ച് വിശദമായിട്ട് തന്നെ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞാനിപ്പോൾ ഈ വണ്ടിയെ സപ്പോർട്ട് ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നില്ല. വണ്ടി വാങ്ങിക്കുക എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ തരാമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വണ്ടി പ്രശ്നങ്ങൾ ആദ്യ കാലത്ത് ഉണ്ടായി, അതുകൊണ്ട് നിങ്ങൾ വാങ്ങിക്കേണ്ടതെന്നൊന്നും ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ്. ഒരുപക്ഷെ പറയുവാണെങ്കിൽ ശരിക്കും ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും വില കുറഞ്ഞ വണ്ടി ഇത് തന്നെയാണ്. ഒരുപാട് ഗുണങ്ങൾ ഈ വണ്ടിക്കുണ്ട് കേട്ടോ. വണ്ടി നല്ല പിക്കപ്പാണ്, ഉപയോഗിക്കാൻ നല്ല കംഫർട്ടാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളും വണ്ടിക്കുണ്ട്. ഇപ്പോൾ ഏത്തറിനെയും ഐക്യൂബിനായിട്ട് കമ്പയർ ചെയ്യാൻ പറയുന്നില്ല. അവരുടെ സർവീസും കാര്യങ്ങളും എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഇല്ല, അതുകൊണ്ട് എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. പെട്രോൾ വണ്ടിയായിട്ട് കമ്പയർ ചെയ്തും ഞാൻ പറയുന്നില്ല. കാര്യം ഇത് വേറൊരു സെഗ്മെൻറ്റാണ്. കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. മറ്റൊരു ഫ്രൈഡേ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി വരാൻ. അപ്പോൾ അതുവരേക്കും ട്രാവൽ ആൻഡ് ആർട്ട് സൈനിങ് ഓഫ് അരുൺ. പിന്നെ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കാം. അപ്പോൾ ശരി.